നമ്മൾക്ക് വേണ്ടത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. യഥാർത്ഥത്തിൽ മണ്ടനാശയാണ്. മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരസ്പരാശ്രയത്തിലൂടെ സഞ്ചരിച്ച് വന്ന ഒരു ജീവി വർഗ്ഗമാണ്, അല്ലാതെ സമ്പൂർണ്ണ സ്വാശ്രയത്വത്തിൽ നിൽക്കുന്ന ഒരു ജീവി വർഗ്ഗമേ അല്ല. ഇപ്പോൾ നമ്മളെ നാട്ടിൽ പല ആളുകളും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള പാണ്ടി ലോറികൾ നിന്നും പോയാൽ നമ്മൾ പട്ടിണിയിലാകും എന്ന് പറഞ്ഞ് പ്രസംഗിക്കും. എടീ, തമിഴ്നാട്ടിലെ പാണ്ടി ലോറികൾ നിന്ന് പോയാൽ നമ്മൾ മാത്രമല്ല പട്ടിണിയിലാകുക, അവിടെയുള്ള പച്ചക്കറി വണ്ടികൾ നിന്ന് പോയാൽ നമ്മൾ മാത്രമല്ല പട്ടിണിയിലാകുക, അവരും പട്ടിണിയിലാകും. അപ്പോൾ ഇത് അവർ വെണ്ടക്കയും വഴുതനയും നമുക്ക് തരുന്നു, നമ്മളതിന് പൈസ കൊടുക്കുന്നു, അങ്ങനെ അവരും ജീവിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യ സമുദായം എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത്. അതിരുകൾ തിരിച്ച് ഗ്രാമസ്വരാജ്, എല്ലാ എനിക്കാവശ്യമുള്ള, എൻ്റെ ഗ്രാമത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യവും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഇതൊക്കെ മണ്ടനാശയാണ്. ഇതൊരു രാജ്യത്തിൻ്റെ എക്കണോമിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക, എല്ലാം സ്വദേശിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വികസിക്കും. അങ്ങനെ പരിപാടിയില്ല. അപ്പോൾ ഈ സ്വദേശീവൽക്കരണത്തെക്കുറിച്ച്, സ്വദേശി എന്ന് പറയുന്ന കാഴ്ചപ്പാട് എന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ നില കൂടിയാണ് വികസിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഭീകരമായ പാരഡോക്സ് എന്താണെന്ന് ചോദിച്ചാൽ, 2026 ജനുവരി 27 ഇതേ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എന്താണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന പേരിൽ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു FTA ഒപ്പിട്ടിട്ടുണ്ട്, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ഞാൻ അതേക്കുറിച്ച് അന്ന് ഔട്ട് ഓഫ് ഫോക്കസ് സംസാരിച്ചാണ്. ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു സന്ദർഭമാണത്. അത് മോഡി ഗവൺമെൻറ് കൊണ്ടുവന്ന എന്തോ ഒരു പുതിയ വിശേഷമല്ല. കഴിഞ്ഞ 20 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള ചർച്ചകളുടെ ഫലശ്രുതിയാണത്. ആ FTA പ്രകാരം യൂറോപ്യൻ യൂണിയനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ 96% ഉൽപ്പന്നങ്ങളും താരിഫില്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. അതിന് നമുക്ക് അനുകൂലമല്ല എത്രയോ. ഇന്ത്യൻ എക്കണോമിയാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ എക്കണോമി മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പോലും ഗുണാത്മകമായി മാറ്റുന്ന ഒരു കരാറാണ് ഞാൻ ആ FTA കാണുന്നത്, യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ തമ്മിൽ FTA. അപ്പോൾ അതിൽ രസകരമായ കാര്യം, ഇപ്പോൾ യൂറോപ്യൻ ഒലിവ് ഓയിൽ അതിന് 15% ടാരിഫാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ FTA വന്നു കഴിഞ്ഞാൽ അത് 0%ലേക്ക് പോകും, വെച്ചാൽ താരിഫ് രഹിതമാകും. എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് മോഡി തന്നെ വിശേഷിപ്പിച്ചിട്ട് ഒരു കരാർ പ്രകാരം നമ്മൾ എഡിബിൾ ഓയിൽ പുറത്ത് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്, 0 ടാരിഫിൽ വരികയാണ് ചെയ്യുന്നത്. ഇതേ മോഡി തന്നെയാണ് പറയുന്നത് നമ്മൾ പുറത്തുനിന്നുള്ള എഡിബിൾ ഓയിൽ ഉപയോഗിക്കരുത്, നമ്മളുടെ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എഡിബിൾ ഓയിലിൻ്റെ കൺസംപ്ഷൻ കുറക്കണം. ഈ പാരഡോക്സുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും?